രാജ്യത്തെ ബാധിക്കുന്ന സുപ്രധാനമായ ഒരു ബിൽ ലോക്സഭയിൽ ബി.ജെ.പി. സർക്കാർ അവതരിപ്പിക്കുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തന്നെ ഹനിക്കുന്ന ബില്ലാണ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന ബില്ല്, വഖഫ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. വളരെ തിരക്ക് പിടിച്ചാണ് ബി.ജെ.പി. സർക്കാർ ഈ ബില്ല് കൊണ്ടുവരുന്നത്. അതിൽ ബി.ജെ.പിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇന്ത്യയിൽ തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും സഭയിൽ ഒരു ബില്ല് വരുമ്പോൾ സ്വാഭാവികമായും ചർച്ച ചെയ്യുമ്പോൾ കൃത്യമായി ന്യൂനപക്ഷങ്ങളുടെ അവകാശം എന്താണ്, എന്തുകൊണ്ടാണ് ബില്ലിനെ എതിർക്കുന്നത് എന്ന് ചർച്ച ചെയ്യപ്പെടും. ആ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരം ഏറ്റവും കൂടുതൽ ലഭിക്കുക പ്രതിപക്ഷ നേതാവിനാണ്, രാഹുൽ ഗാന്ധിക്കാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ സഭയിലില്ല. പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിന് ഏത് സമയത്തും സഭയിൽ എഴുന്നേറ്റ് നിൽക്കാം. അപ്പോൾ സ്പീക്കർ അവസരം കൊടുക്കും സംസാരിക്കാൻ. ആ സംസാരം ചിലപ്പോൾ ഭരണപക്ഷം തടസ്സപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാം. എന്നിരുന്നാലും സംസാരിക്കാൻ അവസരം ലഭിക്കും. അപ്പോൾ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും പ്രതിപക്ഷ നേതാവിന്. പക്ഷേ പ്രതിപക്ഷ നേതാവ് സഭയിലേക്കേ വന്നിട്ടില്ല എന്നോർക്കണം. വയനാട്ടിലെ മുൻ എം പിയാണ്. മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടിയാണ്, മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് നേടിയാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിലെത്തുന്നത്. അദ്ദേഹം ഇപ്പോഴും പറയാറുണ്ട്, ഞാൻ വയനാട്ടിലെ വോട്ടർമാരെ മറക്കില്ല, അവരോടൊപ്പമായിരിക്കും എന്ന്. അവരെ ബാധിക്കുന്ന സുപ്രധാനമായൊരു ബില്ല് ലോക്സഭയിൽ വരുമ്പോൾ പക്ഷേ രാഹുൽ ഗാന്ധി സഭയിലില്ല. ഇനി രാഹുൽ ഗാന്ധി ഇല്ല പോട്ടെ, വയനാട് എം പി പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് നൽകിയതിനേക്കാളും ഭൂരിപക്ഷം നൽകിയാണ് വയനാട്ടിലെ ജനങ്ങൾ ലോക്സഭയിൽ എത്തിച്ചത്. അതിൽ മഹാഭൂരിപക്ഷം വോട്ടുകളും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകളാണ്, മുസ്ലിം ലീഗിന്റെ വോട്ടുകളാണ്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ടവർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയാണ് പ്രിയങ്ക ഗാന്ധിയെ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് വിട്ടത്. അവിടെ മുസ്ലിം സമുദായത്തെ ഹനിക്കുന്ന, അവിടെ അവകാശങ്ങളെ ഹനിക്കുന്ന ഒരു ബില്ല് വരുമ്പോൾ ശബ്ദം ഉയരേണ്ടിയിരുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ശബ്ദമായിരുന്നു. പക്ഷേ സംസാരിക്കാൻ പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലില്ല, ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. എന്തുപറ്റി കോൺഗ്രസിന്, എന്തുപറ്റി രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും? കേരളത്തിലെ മുസ്ലിം ലീഗ് നേതൃത്വം മറുപടി പറയേണ്ടതാണ്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ പാർലമെന്റിലേക്ക് അയച്ചത് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കാനാണ്. ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ബി.ജെ.പി. സർക്കാരിനെതിരെ സംസാരിക്കാനാണ്, ബി.ജെ.പിയുടെ നയങ്ങൾക്കെതിരെ സംസാരിക്കാനാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ കഴിയുമായിരുന്ന പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് നേതാവ്, വയനാടിലെ മുൻ എം പി രാഹുൽ ഗാന്ധി സഭയിലില്ല, സഭയിൽ പങ്കെടുക്കുന്നില്ല. പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ എളുപ്പത്തിൽ സഭയിൽ ഉന്നയിക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹം ഒളിച്ചോടുന്നു. ആരെ പേടിച്ച്? പ്രിയങ്ക ഗാന്ധി ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധി ഒളിച്ചോടുന്നു. ആരെ പേടിച്ച്? പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ലോക്സഭയിൽ ബില്ലിനെ എതിർത്ത്, ബി.ജെ.പിയെ എതിർത്ത് സംസാരിച്ചാൽ ഉത്തരേന്ത്യയിൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്ന ഭയം. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ മുഖമുദ്ര, മൃദു ഹിന്ദുത്വ സമീപനം. ഉത്തരേന്ത്യയിൽ ഒരു നിലപാട്, ദക്ഷിണേന്ത്യയിൽ മറ്റൊരു നിലപാട്. കേരളത്തിലെത്തിയാൽ ബി.ജെ.പിക്കെതിരെ വാദോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ഉത്തരേന്ത്യയിൽ പോയാൽ ഒരക്ഷരം മിണ്ടില്ല പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും. എന്തിനേറെ പറയുന്നു, ലോക്സഭയിൽ പോലും ഒരക്ഷരം മിണ്ടാതിരിക്കുന്നു. വളരെ സുപ്രധാനമായ, വളരെ പ്രധാനപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ, അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന രൂപത്തിൽ വഖഫിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു. അതിന് അനുകൂലമായ ഒരു ബില്ല് പാർലമെന്റിൽ, ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. അതിനെ എന്ത് വില കൊടുത്തും ചേർത്ത് തോൽപ്പിക്കണം. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഒരു വോട്ട് എങ്കിൽ ഒരു വോട്ട്, അതും കൂടി ഇതിനെതിരെ രേഖപ്പെടുത്തണം. കാരണം വയനാട് എം പി പ്രിയങ്ക ഗാന്ധി പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് നേടിയിട്ടാണ് പാർലമെന്റിൽ എത്തുന്നത്, ലോക്സഭയിൽ എത്തുന്നത്. അവർക്കെതിരെയുള്ള, ആ ജനങ്ങൾക്കെതിരെയുള്ള വലിയൊരു നീക്കം ബി.ജെ.പി. സർക്കാർ നടത്തുമ്പോൾ അതിനെ എതിർക്കാൻ, അതിനെ എതിരിടാൻ പാർലമെന്റിൽ ഇല്ലാതിരിക്കുക എന്ന് വെച്ചാൽ എന്താണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മതേതരത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുക, മതേതരത്വം സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവർ കേരളത്തിൽ നിന്ന് വന്ന് വോട്ട് നേടി പാർലമെന്റിൽ എത്തിയത്. അവർ തന്നെ പോരാട്ട മുഖത്ത് നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. എന്ന് വെച്ചാൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത കേരളത്തിലെ വോട്ടർമാരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് പ്രിയങ്ക ഗാന്ധിയും അതേപോലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം കേരളത്തിലെ കോൺഗ്രസ് എംപിമാരും.
കോൺഗ്രസ് എംപിമാർക്ക് ആശയക്കുഴപ്പമാണ്. എതിർക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിന് വലിയ ശക്തിയൊന്നുമില്ല. ഒരു എം പി മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിന്ന്. ആ എം പി ബില്ലിനെതിരെ വോട്ട് ചെയ്യും, എതിർത്ത് വോട്ട് ചെയ്യും, എതിർത്ത് സംസാരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് എം പിമാർക്ക് സംശയം. കോൺഗ്രസിൽ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ എം പി ഫ്രാൻസിസ് ജോർജ് അനുകൂലിച്ച് വോട്ട് ചെയ്യണം എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ്. ഇനിയിപ്പോൾ വോട്ടെടുപ്പ് വരുമ്പോൾ എന്തായിരിക്കും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ എം പി ആയ UDFന്റെ എം പി ആയ ഫ്രാൻസിസ് ജോർജിന്റെ നിലപാട് എന്നത് മറ്റൊരു ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. വോട്ടെടുപ്പ് വന്നാൽ അറിയാം എവിടെ നിൽക്കുന്നു കോൺഗ്രസ് എം പിമാർ എന്ന്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ബഹളം വെച്ച് ഇറങ്ങിപ്പോകാനാണ് സാധ്യത. വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ല എന്നാണ്. ഒളിച്ചോടും കോൺഗ്രസ് എം പിമാർ എന്ന സൂചന ഇതിനകം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും പ്രിയങ്ക ഗാന്ധിയും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും ന്യൂനപക്ഷങ്ങളെ അവഗണിച്ചു. ന്യൂനപക്ഷങ്ങളോട് ചതിയാണ്, വഞ്ചനയാണ് കാട്ടിയത് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതാണ് പാർലമെന്റിൽ നിന്ന് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്.